നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം കേരളത്തിൽ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണിതെന്നാണ് UDF നേരത്തെ പ്രഖ്യാപിച്ചത്. ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് 11,000-ലധികം, ഏകദേശം 12,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. ഏകദേശം 6 ഇരട്ടി വോട്ട്, 5 ഇരട്ടി വോട്ടാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ 4 ഇരട്ടി വോട്ടിനാണ്, 37,000 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 4-5 ഇരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് 12,000-ആക്കി കുറച്ചു. ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. LDFിൻ്റെ 16,000 വോട്ടാണ് LDFിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 16,000-ഓളം വോട്ടുകളാണ് LDFിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ. ഇത് യഥാർത്ഥത്തിൽ ടീം UDFിൻ്റെ വിജയമാണ്. ഒരു പാർട്ടിയെ പോലെ, പല മുന്നണികളുടെ കക്ഷിയാണ് UDF. പക്ഷേ UDF നിലമ്പൂരിലും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ്. ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. യാതൊരുവിധ അപസ്വരങ്ങളുമില്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം UDFിൻ്റെ മുഴുവൻ നേതാക്കളെയും, ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ്. ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ തീരില്ല. മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ PK കുഞ്ഞാലി സാഹിബ് തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും, മുൻ PCC പ്രസിഡന്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് പ്രവർത്തിച്ചത്. ഇതൊരു വലിയ മെസ്സേജാണ്. ഇങ്ങനെ പ്രവർത്തിച്ചാൽ, UDF ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് 100-ലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ UDF നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു, അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ്. ആഴം എത്രയാണ്, ആ വെറുപ്പിൻ്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോടു കൂടിയാണ് ഈ ഗവൺമെൻറ്റിനെ കാണുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു, പല നേതാക്കളും പറഞ്ഞു, ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല UDFിന്. അല്ല, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട UDFിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന 2 പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്കും 1 പഞ്ചായത്ത് ഏറനാട് നിയോജകമണ്ഡലത്തിലേക്കും പോയി. അപ്പോൾ 2011 ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണതപ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാട സാർ ജയിച്ചത് 5,500 വോട്ടിനാണ് 2011. കാരണം കോൺസ്റ്റുവൻസി ഡീലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ ആര്യാട സാർ ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിൽ 2016 വലിയ വ്യത്യാസത്തിൽ ഞങ്ങൾ തോറ്റത്. 2021 ഞങ്ങളവിടെ തോറ്റു. ഇപ്പോൾ അതിൻ്റെ എല്ലാം പലിശയടക്കം ജനങ്ങൾ, അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അത് കൊണ്ടുവരാൻ UDF നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത്. അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് ഏത് വാക്കുകൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല.
കാരണം 2026 തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ഇന്ധനമാണ്. ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത്. അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കും.